മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ 4 ഗിയറുകളും മാറി ഓടിക്കണം. 4 ഗിയറുകളും മാറി ഓടിക്കണമെങ്കിൽ നന്നായി സ്പീഡ് വരുത്തി മാത്രമേ ഗിയറുകൾ മാറ്റാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഗിയറിൽ നിന്ന് സ്പീഡ് വരുത്തി സെക്കൻഡ് ഗിയർ, സെക്കൻഡ് ഗിയറിൽ നിന്ന് സ്പീഡ് വരുത്തി തേർഡ് ഗിയർ, തേർഡ് ഗിയറിൽ നിന്ന് സ്പീഡ് വരുത്തി ഫോർത്ത് ഗിയർ. 4 ഗിയറുകൾ മാറിയാലേ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ടെസ്റ്റ് പാസ്സാവുള്ളൂ. അതുപോലെ തന്നെ ഹാൻഡ് സിഗ്നൽ മസ്റ്റായിട്ട് കാണിക്കണം. ഒരു വണ്ടിയെ എവിടെ നിർത്തേണ്ടി വന്നാലും നമ്മളിങ്ങനെ സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ച്, ആ സ്റ്റോപ്പ് സിഗ്നൽ ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡാണ്. 5 സെക്കൻഡ് ഇങ്ങനെ കാണിച്ചിട്ട് വേണം ഹാൻഡിൽ പിടിച്ച് വണ്ടിയെ നമ്മൾ ബ്രേക്ക് നിർത്തേണ്ടത്. നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കി ബാക്കിൽ വണ്ടിയില്ലെന്ന് ഉറപ്പാക്കി ഇങ്ങനെ റൈറ്റ് സെക്കൻഡിൽ കാണിച്ച് തന്നെ വണ്ടിയെ തിരിച്ച് വീണ്ടും 4 ഗിയറുകൾ മാറി എവിടെയാണോ കൊണ്ട് നിർത്തേണ്ടത് അത്രയും ദൂരം ഓടിച്ചു കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അവിടെ നിർത്തി തിരിച്ചു വരുമ്പോഴും വീണ്ടും കൊണ്ട് നിർത്തി പിറകെ വണ്ടി കൊണ്ടു നോക്കി റൈറ്റ് സെക്കൻഡിൽ കാണിച്ചു തന്നെ തിരിക്കണം. അപ്പോൾ അങ്ങനെ 4 ഗിയറുകൾ മാറി ഓടിക്കാത്ത കുട്ടികൾ ടെസ്റ്റ് പാസ്സാവില്ല. നമ്മളെ ഇവിടുത്തെ ഗ്രൗണ്ടിനകത്ത് 3 ഗിയറുകൾ വരെ മാറി ഓടിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എടുത്തിരിക്കുന്ന കുട്ടികൾ എല്ലാവരും ഇതുപോലെ 3 ഗിയറുകൾ മാറി ഓടിക്കണം. അപ്പോൾ 3 ഗിയറുകൾ മാറി ഓടിക്കണമെങ്കിൽ നന്നായി ആക്സിലേറ്റർ കൊടുത്ത് ഓടിക്കാൻ പറ്റുന്നൊരു കപ്പാസിറ്റി ആ കുട്ടികൾക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുള്ളൂ. ആക്സിലേറ്ററിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇത് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എടുക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ സാറ് നിങ്ങളോട് പിന്നെ ഹാൻഡ് സിഗ്നലിൽ ചോദിക്കും. റൈറ്റ് സിഗ്നലിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കാണിക്കണം. അതുപോലെ ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫുള്ള് 3 പ്രാവശ്യം കറക്റ്റ്, അത് 3 പ്രാവശ്യം ഇങ്ങനെ കൈമുട്ടുകളൊന്നും മടങ്ങാതെ വിരലുകളൊക്കെ ചേർത്ത് പിടിച്ചാണ് കാണിക്കേണ്ടത്. അത് കാണിക്കണം. ലെഫ്റ്റ് ഓവർടേക്ക് ആണെങ്കിൽ ഹാഫ് റൗണ്ട് പട്ടാളക്കാർ കാണിക്കുന്ന പോലെ വേഗതയിൽ തന്നെ അത് കാണിക്കുകയും വേണം. സ്ലോ ആണ് ചോദിക്കുന്നെങ്കിൽ കൈ ഇങ്ങനെ 3 പ്രാവശ്യം ഉയരുകയും താഴുകയും ചെയ്യണം. സ്റ്റോപ്പ് ആണെങ്കിലും. അപ്പോൾ ഈ സിഗ്നലുകൾ നന്നായി പഠിക്കണം. 4 ഗിയറുകൾ മാറി ഓടിക്കുന്നതിന് വേണ്ടിയുള്ള കപ്പാസിറ്റി മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എടുത്ത കുട്ടികൾ പഠിച്ചിരിക്കണം. എല്ലാ കാര്യങ്ങളും വേഗതയിൽ ചെയ്യുകയും വേണം. അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ മാത്രമേ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ പാസ്സാവുകയുള്ളൂ. അപ്പോൾ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എടുത്തിട്ടുള്ള കുട്ടികൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അതുപോലെ തന്നെ പ്രാക്ടീസ് ഒന്നും ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ അവസാന ദിവസത്തേക്ക് മാറ്റി വയ്ക്കരുത്. ടോട്ടൽ നമ്മൾ 30 ദിവസത്തെ ക്ലാസ്സുകളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ 15 ദിവസത്തെ ക്ലാസ്സിനകത്ത് തന്നെ കാറിനോടൊപ്പം 2 വീലർ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ലെവലിലെത്തണം. അങ്ങനെ ആയിക്കഴിഞ്ഞ് നിങ്ങളിപ്പോൾ 8 റെഡിയാണ്, നിങ്ങൾ ഗിയറുകൾ മാറി ഓടിക്കുന്ന റെഡിയാണ്, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ ഹാൻഡ് സിഗ്നലിൽ കാണിക്കുന്ന കാര്യങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ടെസ്റ്റിന് മുമ്പായിട്ട് വീണ്ടും 1, 2, 3 ദിവസങ്ങളിൽ ഒന്നുകൂടെ ആ പ്രാക്ടീസ് ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി. അല്ലാതെ അവസാന ദിവസങ്ങളിലോട്ട് നിങ്ങൾ ആ പ്രാക്ടീസ് മാറ്റി വയ്ക്കും. നിങ്ങൾക്ക് നന്നായി വണ്ടി ഓടിക്കാൻ പറ്റുന്ന സ്റ്റേജ് നിങ്ങൾ എത്തൂല. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ.